പാട്ടുകാരിയാണ്, കമ്പോസറാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ റാപ്പ് നമുക്കൊക്കെ അറിയാം. ഒരു റാപ്പ് ചെയ്യുന്ന മലയാളത്തിലെ ഐ തിങ്ക് ഒരു 5 പേരെ പറഞ്ഞാൽ അതിൽ ഒരാൾ ഏറ്റവും പോപ്പുലർ ആയ വ്യക്തി ഇന്ദുലേഖയാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ദുലേഖയെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ കലാസബരിയെ എന്താണ് അറിയാം. പക്ഷെ ഈ പരിപാടിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കലാകാരി എന്ന രീതിയിലാണ് ഞങ്ങൾ വർഷങ്ങളുടെ പരിചയം ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ കാരണവും കവിതകൾ ഇന്നത്തെ കാലത്ത് എത്ര പേര് കേൾക്കും, എത്ര പേര് കാണും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പൊ കവിതകളെ ഇത്രയധികം സ്നേഹിക്കുന്നതും ഇപ്പൊ ആൾക്കൊരു മോനുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ഇന്ദുലേഖ എന്ന് സെർച്ച് ചെയ്താൽ ഇന്ദുലേഖയും മോനും കൂടെ ഉള്ള ഒട്ടനവധി നല്ല കവിത അവര് ഇന്ററാക്ട് ചെയ്യുന്നത് കവിതകളിലൂടെയാണ്. അപ്പം കവിതയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കലാകാരിയെ ഇത്രയും നല്ലൊരു കവിതയ്ക്ക് വേറെ I don't think I have a better option to find other than Indulekha. So very warm welcome to you, Indulekha, to this function. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ മെയിൻ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്, സൂര്യാകാശം. അപ്പൊ എന്താണ് സൂര്യാകാശം, അല്ലെങ്കിൽ സൂര്യാകാശത്തെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നതിനെക്കാട്ടിലും അത് എവിടുന്നാണ് ഉത്ഭവിച്ചത്, ആ ആശയം എവിടുന്നാണ് ഉത്ഭവിച്ചത്, അവിടുന്ന് let us hear from the horse's mouth എന്ന് പറയുന്നതായിരിക്കും ശരി. I would like to invite Dr. Saji K. Matthew sir to please address our gathering and നമ്മളെ ഈ ഓഡിയൻസിന് സൂര്യാകാശത്തെ പറ്റി ഒരു 2 വാക്ക് സംസാരിക്കാൻ ഞാൻ എൻ്റെ പ്രൊഫസറും കൂടിയാണ്. അതുകൊണ്ട് കുറച്ചൊരു പല കണക്ട്സ് ആണ്. ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ ഫിലോസഫി കേട്ടിട്ടുള്ള ആളെന്നുള്ള രീതിയിലും ആളൊരു നല്ല ഫിലോസഫർ കൂടിയാണ്. അപ്പൊ ആ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവും. സർ, ഓവർ ടു യു. പ്രിയപ്പെട്ട ഷിബു ചക്രവർത്തി സർ, ഇന്ദുലേഖ, രാഹുൽ, അതുപോലെ ഒരു പാട്ട് കൂടി കേൾക്കാൻ വേണ്ടി ഈ ചങ്ങമ്പുഴ പാർക്കിൽ വന്നിരിക്കുന്ന കലാസ്വാദകരെ എല്ലാവർക്കും നമസ്കാരം. ഈ എഴുത്ത് ഭാഷ ഞാൻ ഈ മലയാളം വായിക്കാറേ ഉള്ളൂ, അതുപോലെ പറയാറുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ നിന്ന് മലയാളം പറയുന്നത് അത്ര എളുപ്പമല്ല. ഇവരെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഒരു ഭാഷയെല്ലാം മിക്സ്ഡ് ആയി പോയിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും ഞാൻ മലയാളത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് പറയാം. പ്രത്യേകിച്ച് ഏറ്റവും ഒരു സുഖം നിറഞ്ഞ അനുഭവം എന്ന് പറയുന്നത് ഈ ചങ്ങമ്പുഴ പാർക്കിൽ വരുന്നതാണ്. കാരണം ഇതൊരു സ്പന്ദിക്കുന്ന അസ്ഥിമാടമാണ്. ചങ്ങമ്പുഴയാണ് ശരിക്കും മലയാളിയുടെ ഭാഷയോടുള്ള ഒരു അപകർഷത മാറ്റിയ കവി. ശരിക്കും ചങ്ങമ്പുഴയാണ്. മലയാള ഭാഷയ്ക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് നമ്മളെ കേൾപ്പിച്ച് കന്നഡച്ചിരങ്കിയൊക്കെ അണിയിച്ച് ആഭൂഷിതയായിട്ട് മലയാളത്തെ ആ സംസ്കൃതത്തിന്റെ ഒരു സുപ്പീരിയോറിറ്റി എന്ന് പറയാനൊക്കത്തില്ല. സംസ്കൃതത്തിൽ രചിച്ചാലേ സാഹിത്യമാവുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് മാറ്റി നമ്മുടെ ഭാഷ മോശമല്ല, സുന്ദരമായൊരു ഭാഷയാണെന്ന് നമുക്ക് ആ ഭംഗി നമുക്ക് കാണിച്ചെന്ന ആള് ചങ്ങമ്പുഴയാണ്. അതുപോലെ ചങ്ങമ്പുഴയ്ക്ക് ഇഷ്ടമുള്ള ശരിക്കും ഭാഷയെ സാഹിത്യത്തെയും സ്വാധീനിച്ചു. നമ്മളെ ഓരോരുത്തരെയും ഭാഷയുടെ കുളിർമ തരുന്നതിനൊപ്പം പുള്ളി ഭാഷയെ സ്വാധീനിച്ചു. ഞാൻ അവർക്ക് നടക്കും സാറിന്റെ അടുത്ത്, ഷിബു ചക്രവർത്തി സാറിന്റെ അടുത്ത് കുറച്ചുപേർ ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഒരു മലയാളം സാറ് ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യുമ്പോൾ പുള്ളി എഴുതി കൊടുക്കുന്ന വരികളെയാണ് ഓർക്കുന്നത്. മലയാളം സാറ്, ഒന്നും എനിക്ക് വേണ്ടത് മൃദു ചിത്രത്തിൽ എന്നെ കുറിച്ചൊരു ഓർമ്മ മാത്രം മതി. ഒന്നും എനിക്ക് വേണ്ടത് മൃദു ചിത്രത്തിൽ എന്നെ കുറിച്ചൊരു ഓർമ്മ മാത്രം മതി. അത് അന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, സാർ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് ചങ്ങമ്പുഴയുടെ വരികളാണ്. അപ്പം ഇത്ര ലളിതമായിട്ടും ഹൃദ്യമായിട്ടും നമുക്ക് ഭാഷയെ തന്ന അദ്ദേഹത്തിന്റെ ഈ സമാധിയുടെ അടുത്ത് ഇങ്ങനെ ഒരു ചടങ്ങിന് വരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ എം കൃഷ്ണൻ നായർ സാഹിത്യ വാരത്തിൽ എഴുതുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പുള്ളി പറയാറുണ്ടായിരുന്നു ചങ്ങമ്പുഴയ്ക്ക് ശേഷം വന്ന കവികളൊക്കെ മാറ്റൊലി കവികളാണ്. എന്നുവെച്ചാൽ ചങ്ങമ്പുഴയാണ് ഒരു ശരിക്കും പ്രതിഭ. അവരുടെ മാറ്റൊലിയാണ് മറ്റു കവികൾ ഉൾക്കൊണ്ടത്. പിന്നീട് വന്ന കവികള് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക്. അവർ പല പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിൽ തന്നെ ഒരു പ്രതിധ്വനി, ചങ്ങമ്പുഴയുടെ പ്രതിധ്വനി മലയാളത്തിലെ ഈ ഛന്ദസ്സുള്ള കവിതകളിലല്ല, അലങ്കാരഭൂഷിതമായ കവിതകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ പ്രതിധ്വനി എന്ന് പറയുന്ന ഒരു സംഗതി, അത് കവിതയിൽ പിന്നെയും പ്രതിധ്വനി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെല്ലാം ഒരു പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ അത് വന്നു അവസാനം അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് സംസാരിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള കവിതകളും കവിതയുള്ള പാട്ടുകൾ എത്ര കാലം നിലനിൽക്കും എന്നുവെച്ചാൽ
ധ്വനി ഉണ്ടായിരുന്നു, പ്രതിധ്വനികളും വന്നു. അത് അവസാനിക്കുന്ന കാലമായോ എന്ന് സംശയമുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ സ്ത്രീകൾ എന്നാണ് സാരി കൊടുക്കാൻ നിർത്തുന്നത്? സാരി എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് നമ്മുടെ ഒരു മലയാളിയുടെ സൗന്ദര്യം നമ്മൾ കാണാറുള്ളത്. അത് പക്ഷേ പഴയതല്ലേ, അതിന് ഭംഗിയുണ്ടോ, മറ്റുള്ള കാര്യങ്ങളല്ലേ ഭംഗിയെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ സാരിക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇടയ്ക്കുള്ള നമ്മുടെ ചരിത്രത്തില് 2016 ഒരു ബോബ് ഡൈലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സ്വീഡിഷ് അക്കാദമി നോബൽ പ്രൈസ് കൊടുത്തു. അപ്പൊ അന്നത്തെ സാഹിത്യകാർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അദ്ദേഹം ഈ കഥകളോ വലിയ സാഹിത്യം എഴുതുന്ന ആളല്ല, പാട്ടെഴുത്തുകാരല്ല. ബോബ് ഡൈലൻ ഈസ് എ സോങ് റൈറ്റർ, ഹി ഓൾസോ യൂസ്ഡ് ടു സിംഗ്. ആർക്കും വളരെ പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പാട്ടെഴുത്തുകാരൻ നോബൽ പ്രൈസ്. അപ്പൊ സത്യത്തില് പാട്ടിൽ സാഹിത്യമുണ്ട് എന്നുള്ളൊരു കാര്യം ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അത് മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സ്വാധീനിക്കാൻ കഴിയും, വളരെയധികം സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു കലയാണ് സംഗീത സാഹിത്യം എന്നുള്ള ഒരു കാര്യം ഈ ഇടയ്ക്കും നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയും. അത് നമ്മുടെയൊക്കെ ഒരു ഉത്തേജനത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മള് പെട്ടെന്ന് മരണം കാക്കണ്ട എന്നുള്ളൊരു ആശയം കൂടിയാണ്. അതുപോലെ ഈ പാട്ട് എന്ന് പറയുന്നത് ഞാൻ സാറിന്റെ പല പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഓർമ്മയിൽ ഓടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. അതൊരു ഗൃഹാതുരതയാണ്. പക്ഷെ അതിനൊരു തിരിച്ചുവരവിന്റെ ഒരു മെസ്സേജ് കൂടെയാണ്. ഞാൻ ഒരാൾ പോയിട്ട് ഒരു കാലം പോയിട്ട് തിരിച്ചു വരുന്നത്. ഈ കവിതയിലെ ആശയം അത് തന്നെയാണ്. ഒരു സൈക്ലിക് ആണ്. നമ്മുടെ ഒരു കാലചക്രം, സമയചക്രം, ജീവിതചക്രം എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു സൈക്കിളുണ്ട്. പല കാര്യങ്ങളും തിരിച്ചു വരും. നമ്മളൊരു സർക്കിളിന്റെ ഒരു ചെറിയ കണ്ടം നമ്മൾ എടുത്ത് നോക്കിയാൽ അതൊരു ലൈനാണെന്ന് തോന്നും. പക്ഷെങ്കിൽ അത് മൊത്തം നോക്കി കഴിയുമ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വരും. അതാണ് ഈ സൈക്ലിക് എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഡിസൈൻ തന്നെ. എന്തോ ഈശ്വരൻ അങ്ങനെയാണ്. നമ്മൾ പല കാര്യങ്ങളും തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്താറുണ്ട്. അപ്പം അതൊരു പ്രപഞ്ചത്തെ ഒരു ദൃശ്യം കണ്ട് വെറുതെ വാക്കുകളായി പറഞ്ഞതേ ഉള്ളൂ. അതൊരു ശ്രമം മാത്രമാണ്. സാറൊക്കെ നേരത്തെ വളരെ നന്നായിട്ട് ഈ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിർത്തുന്നതിന് മുമ്പ് PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പുസ്തകത്തില് പാഞ്ചാലിയെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയിരിക്കുന്നത്, ഭാരതത്തിന്റെ ചരിത്രം. അതിൽ പാഞ്ചാലി എനിക്ക് കൃഷ്ണനെ ഒട്ടും ഇഷ്ടമല്ല. കാര്യം കൃഷ്ണനാണ് യുദ്ധം ഉണ്ടാക്കിയെന്നാണ് പാഞ്ചാലിയുടെ കംപ്ലൈന്റ്. അപ്പം ഇത് ഈ ആരോപണമുള്ളപ്പം കൃഷ്ണൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പാഞ്ചാലിയോട്. അതായത് മലയാളം പറഞ്ഞു, അതായത് ട്രാൻസിഷൻസിനെ സ്റ്റേറ്റ് ആയിട്ട് കാണുന്നു. മലയാളം കിട്ടുന്നില്ല. ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു മാറ്റമാണ്. ഒരു മാറുന്ന സ്റ്റേജിനെ നമ്മളൊരു സ്റ്റേറ്റ്, ഒരു സ്റ്റേജിൽ എത്തി എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതായത് പല കാര്യങ്ങളും ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ നോക്കിയാൽ നമ്മുടെ നമുക്കൊരു പ്രത്യേകിച്ച് ആശയമൊന്നും ഇല്ലാന്ന് പെട്ടെന്ന് തോന്നിപ്പോകും. പക്ഷേ ട്രാൻസിഷൻ, ലൈഫ് ഈസ് ഓൾവേസ് ഇൻ എ ട്രാൻസിഷൻ. സോ വി ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് തിങ്സ് ആർ ഗോയിങ് ടു ചേഞ്ച് ആൻഡ് വി വിൽ കം ബാക്ക്. അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് പ്രപഞ്ചത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഇതാണ് ഇതിന്റെ ആശയം. ഇത് ശരിക്കും കവിത നമ്മൾ എഴുതുന്നത് എഴുത്ത് ഭാഷയിലാണ്. അത് എഴുത്ത് ഭാഷ വായിച്ചെടുക്കാൻ തന്നെ ഒരു എഫേർട്ടാണ്. പക്ഷെ എനിക്ക് പല കവിതകളും വായിക്കാൻ ബുദ്ധിമുട്ടാണ്. കൂട്ടക്ഷരങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകും. പക്ഷെ അത് പാടി കേൾക്കുമ്പം അതിന്റെ രസം മാറ്റുന്നതാണ്. ഇപ്പം ഇന്ത്യയിലേക്ക് വിഷുക്കണി പാടുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. നമ്മുടെ വാക്കുകൾ പുസ്തകത്തിൽ നിന്ന് ഇറങ്ങി വായുവിൽ പറക്കാൻ പറ്റും. ഒരു പ്രത്യേക അനുഭവമുണ്ട്.